നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ദ വേൾഡ് കാർഡാണ്. ഇപ്പോഴീ റിലേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊരു ചേഞ്ച് വരുന്നതായിട്ടാണ്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരും. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷനിലാണ് നിങ്ങളുള്ളത്, ഒരുപാട് അകലെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാനും സംസാരിക്കാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അവർ നിങ്ങളെ കാണാൻ വരും. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു യാത്ര ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. എങ്ങോട്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തോട്ട് നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന, നിങ്ങൾ ചിലപ്പോൾ മുൻപ് പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്ഥലമായിരിക്കാം, അങ്ങോട്ടേക്കുള്ള ഒരു യാത്ര നടക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നതിൻ്റെ അപ്പം അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ റിലേഷനിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 8 ഓഫ് വാൻഡ്സ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതായിട്ടാണ്. അവർ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ, ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങളോട് വിളിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 2 ഓഫ് സോഴ്സ് എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിലേ ആവുന്നതിൻ്റെ റീസൺ ആയിട്ട് ഇവിടെ കാണുന്നത് അവർ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ റിലേഷനെ ബേസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്, അതായത് ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻ അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ റിലേഷനിൽ ഒരു തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വരാനൊക്കെ ഒരു സമയം എടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ വേഗത്തിലൊരു ചേഞ്ച് വരും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷന് വേണ്ടി ഒരു ആക്ഷൻ ഇടാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഡിസിഷനിലോട്ട് അവർ വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അവരുടെ മൈൻഡിലുള്ള ഓവർ തിങ്കിങ് എല്ലാം ഒരുവിധം ആ ഒരു ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നൊക്കെ മാറി അവർ ലക്ഷ്യബോധത്തോടെ എന്താണ് ഞാൻ ഈ റിലേഷന് വേണ്ടി ചെയ്യേണ്ടത്, കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള റിലേഷൻ കൊണ്ടുപോകണം, ഞാൻ ഈ റിലേഷന് ഇതുവരെ കൊടുത്തിരുന്ന ആ ഒരു രീതിയിലുള്ള ഒരു അവഗണന, അല്ലെങ്കിൽ ഞാൻ ഈ റിലേഷന് വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ മാറ്റിവെച്ച് ഒരു സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ ഈ റിലേഷന് വേണ്ടി എടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങളുടെ പേഴ്സൺ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. 4 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ റിലേഷനിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങൾ എന്നുള്ളതാണ്. ഇപ്പം നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, ലെസ് കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ, നിങ്ങളിത് തകർന്നു, എൻ്റെ പ്രണയം എനിക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലിങ്ങിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വേദന ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇനി ഈ റിലേഷനിൽ ഒരു പ്രതീക്ഷ ഇല്ലാതെ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ എന്തായാലും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 8 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ചിലർക്കാണെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഈ റിലേഷൻ എങ്ങനെ കൊണ്ടുപോകണം, അവരുടെ ഗ്രോത്തിലോട്ട് അവർക്ക് എത്താൻ പറ്റണം, അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നേടിയെടുക്കണം എന്നുള്ള ഒരു പ്ലാനിങ് കൂടി അവർക്കുണ്ട് എന്നുള്ളതാണ്. ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ കൂടി അവർ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും അവരുടെ കൂടെ ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പം അവർ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവരുടെ ലൈഫിൽ വേണമെന്ന് ഉറച്ച് ആ ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് ഉള്ളത് കേട്ടോ. ദ ഹെർമിറ്റ് കാർഡാണ്. പലപ്പോഴും അവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ റിലേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണം, എന്ത് രീതിയിലുള്ള ഡിസിഷൻ എടുക്കണം, എങ്ങനെ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകണം, ഫ്യൂച്ചറിൽ ഇത് എങ്ങനെയായി തീരും എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ചില സമയത്തൊരു ഒന്ന് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളോട് കോണ്ടാക്റ്റ് ഒന്നും വെച്ചെന്ന് വരില്ല, ചില സമയത്ത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഈ റിലേഷൻ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്.
ടു ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഒരു ഓവർ തിങ്കിങ് ഉള്ള ഒരു പേഴ്സൺ ആണ് ഇവർ. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ, അവർക്ക് ഈ ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മുന്നോട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് അവർക്കൊരു ക്ലാരിറ്റി കുറവുള്ളത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. അവർ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ്. ചിലർ ഇപ്പം ഈ ഒരു മാസം ഓണൊക്കെയാണ് വരുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങളെ നേരിട്ട് കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ ഒരു സർപ്രൈസ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ അവർ നേരിട്ട് കാണാൻ വരാം, അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഏത് രീതിയിലായാലും അവരുടെ ആ ഒരു സ്നേഹം അവർ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. റിമൈൻ പോസിറ്റീവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷനിൽ പോസിറ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആവാതെ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻ നിങ്ങൾ ഇതുവരെ ഏത് രീതിയിലാണോ ഹാൻഡിൽ ചെയ്തിരുന്നത് അതിൽ നിന്നും മാറി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലോട്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ റിലേഷനെ നല്ല രീതിയിൽ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ഒരു കൂടുതൽ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ, ആ ഒരു ബോണ്ടിങ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മാർച്ച് 1998, 1990, കാർത്തിക, മകം 1996, അവിട്ടം, ലെറ്റർ വൈ, ലെറ്റർ ടി, ചോതി, ജൂൺ, മെയ്, ലെറ്റർ എം, കണ്ണൂർ, ഭരണി, ആയില്യം, ഫെബ്രുവരി, ലെറ്റർ എൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.